ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാലിനോട് 2 മണിക്കൂറത്തേക്ക് തൻ്റെ കൂടെ വരണമെന്ന് പാറു പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് വിശാൽ. അങ്ങനെ വിശാലും പാറുവും താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പ്രഭാവതി എന്തൊക്കെയോ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് പൂജ ആരംഭിക്കാൻ തുടങ്ങുന്നതാണ്. ഇതെന്താ വിശാൽ സാറെന്ന് പാറു ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് വിശാലും പറയുന്നു. അതേസമയം സുശീലയും ഗാർഗിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ അമ്മ ഇതൊക്കെയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുക, അന്ന് ലക്ഷ്മിപുരത്ത് വെച്ച് പാർവതിക്ക് പൊള്ളലേറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരുമേനിയെ കൊണ്ട് നോക്കിച്ചപ്പോൾ ഇങ്ങനെയൊരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അല്ലമ്മേ, തീപിടുത്തമുണ്ടായിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴാണോ പൂജ ചെയ്യുന്നത്? വൈകിട്ടാണെങ്കിലും പൂജ ചെയ്തല്ലോ മോളെ, അങ്ങനെയല്ലേ ഇപ്പോൾ ഓർക്കേണ്ടത്. പാർവതി, നീ ഒരു കാര്യം ചെയ്, പോയി ശുദ്ധിയായിട്ട് വാ. മോനെ വിശാലെ, നീ മുറിയിലേക്ക് ചെല്ലാൻ പ്രഭാവതി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ കലശം ഇന്നത്തെ പൂജയ്ക്ക് ശേഷം ഇവിടെ തന്നെ വെക്കും. നാളെ മാത്രമേ ഈ കലശം കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്നും നാളെയും എങ്ങോട്ടേക്കും പോകാൻ പാടില്ലെന്നും പ്രഭാവതി പറയുമ്പോൾ പാറു മനസ്സിൽ പറയുകയാണ്, ഇതെന്തോ ചതിയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് സുകുമാരനെയാണ്. പാർവതി ഇത്രയും സമയമായിട്ടും വിളിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് അയാള്. അതേസമയം പ്രതാപൻ സുകുമാരന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് പ്രതാപൻ പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് സുകുമാരൻ ചോദിക്കുന്നു. അതൊന്നും താൻ അറിയേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ തന്നെ ഇടയ്ക്കൊരു പെൺകുട്ടി വിളിച്ചില്ലായിരുന്നോ? ആ പെൺകുട്ടി തന്നോട് എന്താ പറഞ്ഞതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ തനിക്കറിയണമെങ്കിൽ പോയ പെൺകുട്ടിയോട് ചോദിക്കാൻ സുകുമാരൻ പറയുന്നു. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ കോള് കട്ട് ചെയ്യുകയാണ്. പാർവതി എന്തോ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്, അതാണ് അയാള് എന്നോട് കാര്യമായിട്ടൊന്നും പറയാത്തത്. അതുകൊണ്ട് അയാൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നേരിട്ട് സംസാരിക്കണമെന്ന് പ്രതാപൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതിയമ്മ ഇങ്ങനെ ഒരു പൂജ നടത്തുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഗാർഗി പറയുമ്പോൾ പാറുവും പറയുകയാണ്, ഞാനും ഇതൊന്നും അറിഞ്ഞില്ല. ഗാർഗി, നീ എന്താ കരുതുന്നത്? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാവതിയമ്മ ഈ പൂജ നടത്തുന്നതെന്നോ? എന്നാലേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്, ഇതിന്റെ പിന്നില് വേറെയും ലക്ഷ്യങ്ങളുണ്ട്. തുടർന്ന് പാറു ഗാർഗിയോട് പറയുകയാണ്, ഗാർഗി, നിനക്ക് എനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറയുന്ന ആളെ നീ പോയി കാണണം, എന്നിട്ട് ഇവിടം വരെ വരാൻ പറ്റുമോ എന്നും ചോദിക്കണം. അല്ല, അതാരാണെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പാറു കാര്യങ്ങളെല്ലാം ഗാർഗിയോട് പറയുകയാണ്. എന്താ, നിനക്ക് പോകാൻ പറ്റുമോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഞാൻ പോയിക്കോളാമെന്ന് ഗാർഗി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇതൊന്നും പ്രഭാവതിയമ്മ അറിയാതെ വേണം നീ ചെയ്യാൻ. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ സുകുമാരനെ തേടി പോകുന്നതാണ്. അതേസമയം പ്രഭാവതി പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. എടാ, എന്തായി കാര്യങ്ങള്? ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പൂജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിശാലും പാർവതിയും എന്താണെങ്കിലും 2 ദിവസത്തേക്ക് പുറത്തേക്കും പോകില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, ചേച്ചി, ഞാൻ ഒരാളെ വിളിച്ചിരുന്നു. പാർവതി ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ച ആളാണ്. പക്ഷേ അയാളൊന്നും അങ്ങോട്ട് വെട്ടിത്തുറന്ന് പറയുന്നില്ല. അതുകൊണ്ട് അയാളെ തിരക്കി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കാൻ പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പ്രഭാവതിയെ 3 ദിവസത്തിനുള്ളിൽ ഇറക്കി വിടുമെന്ന് താൻ വെല്ലുവിളിച്ച കാര്യമെല്ലാം പാർവതി ഓർക്കുകയാണ്. എന്നാലും എൻ്റെ പ്ലാനെല്ലാം എങ്ങനെയായിരിക്കും അവര് കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും ഞാനും വിശാൽ സാറും പുറത്തേക്ക് പോകാതിരിക്കാനാണ് അവര് ഈ പൂജയെല്ലാം ഇപ്പോൾ തന്നെ നടത്തുന്നത്. ഇതിപ്പോ എന്താ ചെയ്യുക എന്ന് പാറു ഓർക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിശാൽ വരുന്നു. തുടർന്ന് പാറു വിശാലിനോട്, നമ്മൾ രണ്ടുപേരും പൂജയിലിരിക്കുന്നതിനേക്കാൾ നല്ലത് വിപിനെയും പല്ലവിയും കൊണ്ട് ഈ പൂജ ചെയ്യിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാകില്ലെന്നും അമ്മയ്ക്ക് വിഷമമാകുമെന്നും വിശാൽ പറയുന്നു. തനിക്കെന്ന് ലക്ഷ്മിപുരത്ത് വെച്ച് ആപത്തുണ്ടായതിനെ തുടർന്നാണ് പൂജ നടത്താമെന്ന് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് താൻ ഇനി ഒന്നിനെയും കുറിച്ച് ചിന്തിക്കണ്ട. വേഗം റെഡിയായി താഴേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് വിശാല് താഴേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറുവും താഴേക്ക് ചെല്ലുന്നതാണ്. എന്നാൽ പൂജ തുടങ്ങട്ടെ എന്ന് തിരുമേനി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഗാർഗി വരികയാണ്. ആരാ ഗാർഗി ഫോണിലെന്ന് സുശീല ചോദിക്കുമ്പോൾ ഗുരുജിയാണെന്നും. ഇത് ഗുരുജിയെന്ന് സുശീല ചോദിക്കുമ്പോൾ അത് പിന്നെ വിശാൽ ബ്രോയോട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പറഞ്ഞില്ലേ, അതേ സ്വാമി തന്നെയാ വിളിച്ചത്. ഈ പൂജ ഈ വീട്ടില് നവദമ്പതികളുണ്ടെങ്കിൽ അവര് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ കാരണവർ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീക്ക് ആപത് മൃത്യു സംഭവിക്കുമെന്നുമാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, അപ്പോ വിപിനും പല്ലവിയും വേണം ഈ പൂജ ചെയ്യാൻ. എന്താണെങ്കിലും ഈ കാര്യം ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായെന്ന് സുശീല പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാറു. എന്നാൽ ഞെട്ടലോടെ പാറുവിനെയും ഗാർഗിയെയും നോക്കുകയാണ് പ്രഭാവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.